നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാടിനെ ഭീതിയിലാക്കി കൊല്ലം അഞ്ചലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. കോട്ടുകൽ വയലായിൽ പരീക്ഷ എഴുതാൻ ബസ്സിൽ വന്നിറങ്ങവെയാണ് +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഘടനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഡോക്ടർ വയല വാസുദേവൻ പിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ +2 വിദ്യാർത്ഥികളും +1 വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായത്. നേരത്തെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. കൊല്ലത്ത് മർദ്ദനമേറ്റ വിദ്യാർത്ഥി മഴുവുമായി സ്വകാര്യ ബസ്സിൽ കയറി ആക്രമണം നടത്തിയത് ആശങ്കകൾക്കിടയാക്കി. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് കൊല്ലം നഗരത്തിൽ സംഘർഷമുണ്ടായത്. കടപ്പാക്കട TKDM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളും അമ്മച്ചിവീട് സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയും തമ്മിൽ ബുധനാഴ്ച സംഘർഷമുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്യാൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 20ഓളം വിദ്യാർത്ഥികൾ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ അമ്മച്ചിവീട് സ്വദേശിയുടെ വീട്ടിലെത്തി. ഇവിടെ വെച്ച് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. വിദ്യാർത്ഥികൾ വീട് തല്ലി തകർക്കുകയും ചെയ്തു. ഇതിനുശേഷം വിദ്യാർത്ഥികൾ തങ്കശ്ശേരി ഇളമ്പള്ളൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ മടങ്ങിപ്പോയി. ബസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെത്തിയപ്പോൾ അമ്മച്ചിവീട് സ്വദേശി കയ്യിൽ ചെറിയ മഴുവുമായി ബസ് ചാടിക്കയറുകയായിരുന്നു. മഴ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ അഭിഭാഷകനായ സഞ്ജുവിന്റെ ബാഗിന് വെട്ടേറ്റു. ഇതോടെ ബസ് യാത്രക്കാരും ഭീതിയിലായി. ഇവർ അക്രമിയെ തടഞ്ഞുവെച്ച് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇവിടെ നിന്ന് യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും മൊഴിയെടുത്ത ശേഷം വിദ്യാർത്ഥികളുടെയും അക്രമിയെയും വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷമാണ് വിട്ടയച്ചത്. അഭിഭാഷകന്റെ പരാതി പ്രകാരം ആക്രമിച്ചവർക്കെതിരെ വെസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കടയ്ക്കലിനടുത്ത് വയലായിലെ ഡോക്ടർ വയല വാസുദേവൻ പിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 +1 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒട്ടേറെ പേർക്ക് മർദ്ദനമേറ്റു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു ഈ സംഭവം. പരീക്ഷ എഴുതാൻ ബസ്സിൽ വന്നിറങ്ങിയ +1 വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികൾ കൂട്ടം കൂടി ആക്രമിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കടയ്ക്കൽ പോലീസ് സ്ഥലത്തെത്തി. +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂളിൽ ഏറെ നാളായി തർക്കം നിലനിൽക്കുകയായിരുന്നു. +1 വിദ്യാർത്ഥിയുടെ ഉടുപ്പിന്റെ കൈവണ്ണം കൂടിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇവിടെ മുൻപ് സംഘർഷം നടന്നിരുന്നു. ഈ കേസ് പോലീസ് സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പാക്കിയതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരു കൂട്ടരും സോഷ്യൽ മീഡിയ വഴി വാക്കേറ്റവും അസഭ്യവിളിയും നടന്നു. തുടർന്ന് വ്യാഴാഴ്ച പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയ +1 വിദ്യാർത്ഥികളെ കൂട്ടമായി എത്തിയ +2 വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സോഷ്യൽ മീഡിയ വഴിയായിരുന്നു +1 വിദ്യാർത്ഥികളെയും +2 വിദ്യാർത്ഥികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പരീക്ഷയ്ക്ക് സ്കൂളിന് മുന്നിൽ ബസ്സിൽ വന്നിറങ്ങിയ +1 വിദ്യാർത്ഥികളെ കൂട്ടമായി എത്തിയ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ സ്കൂളിൽ ഏറെ നാളുകളായി തർക്കം നടക്കുന്നുണ്ടായിരുന്നു. +1 വിദ്യാർത്ഥികൾ സ്കൂൾ യൂണിഫോമായ ഹാഫ് കൈ ഷർട്ട് ധരിക്കാത്തത് +2 വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്താണ് തർക്കത്തിന് തുടക്കമായത്. ഇത് പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സംഭവം ഒത്തുതീർപ്പാക്കിയെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഇതിനിടെയായിരുന്നു സമൂഹമാധ്യമത്തിൽ +1 വിദ്യാർത്ഥികൾ പങ്കുവച്ച ഫോട്ടോയിൽ +2 വിദ്യാർത്ഥികൾ മോശം കമന്റ് ഇട്ടതിന്റെ പേരിൽ വാക്കേറ്റവും അസഭ്യവിളിയും ഉണ്ടായത്. ഇതിന് പിന്നാലെയായിരുന്നു വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന കാര്യങ്ങളിലേക്ക് വരെ എത്തിയത്. സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. സംഭവത്തിൽ കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കടയ്ക്കൽ പോലീസ് അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടും. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.